നമസ്കാരം, ഞാൻ അമ്പിളിയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫെററോ റോഷർ കേക്കിൻ്റെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ക്ലീനായിട്ടൊരു പാത്രം അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ആ മിക്സിനെ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. ഒരു പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി. ഇളക്കിയെടുത്തിരിക്കുന്നതാണിത്. ഞാനൊരു ക്ലീനായ ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 3-4 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞു തീരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി നല്ല വെള്ള കളറായി ഫ്ലഫിയായി പൊങ്ങി വരുന്നത് വരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ കേക്ക് സോഫ്റ്റായി വരുന്നത്. ഇവിടെ വെള്ള കളറിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി, റിബൺ കൺസിസ്റ്റൻസിയാണ്, മുറിയാതെ ചാടണം, അതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഞാൻ ഇത് ഓഫ് ചെയ്തു. എന്നിട്ട് ആ ബീറ്ററിൻ്റെ ബ്ലേഡ് കൊണ്ട് പതുക്കെ ഒരു വശത്തേക്ക് മാത്രം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എങ്ങനെയായാലും എയർ ബബിൾസ് കയറിയിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ബബിൾസ് എല്ലാം വന്ന് പൊട്ടിപ്പൊക്കോളും. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബ്ലേഡ് അതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഫ്ലോർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിടണം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ പാത്രം ചൂടാക്കാനായിട്ട് വെക്കുക. ക്ലീനായുള്ള ഒരു പാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു പിഞ്ഞാണമോ അല്ലെങ്കിൽ ഒരു കേക്ക് കലം വയ്ക്കുന്ന റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. സ്റ്റൗ സിമ്മിലേക്ക് ഇടുക. 10 മിനിറ്റ് ചൂടാക്കുക. ഇത് 3 പ്രാവശ്യമായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുത്ത് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പാച്ചില വെച്ച് ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. വിനാഗിരി ഒഴിച്ചിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കേക്ക് ടിൻ ഞാൻ ആദ്യമേ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഒരു സ്ക്വയർ വെച്ച് മുകളിലൊന്ന് വരച്ച് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാനാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഞാൻ കേക്ക് വാങ്ങി വെച്ചിരിക്കുന്നതാണിത്. 170 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് എനിക്ക് എടുത്തത്. ഒന്ന് കുത്തി നോക്കുന്നു. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ടി 1.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ശരിക്കും ആവുന്നതിന് മുമ്പ് 3 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയും കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനി നമുക്ക് കേക്ക് 3 ലെയറാക്കി മുറിക്കണം. ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച്, കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് ഞാൻ 3ആക്കി മുറിച്ചെടുത്തു. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഷുഗർ സിറപ്പൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുക. 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ കുറച്ച് ക്രീം ആദ്യം തന്നെ കേക്ക് ബോർഡിലാക്കി കൊടുക്കുകയാണ്. കേക്ക് സെറ്റായിരിക്കാനാണ് അത് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ലെയർ ഏറ്റവും ആദ്യം വെച്ച് കൊടുക്കും. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. കേക്ക് നല്ല ജ്യൂസി ആയിരിക്കണമെങ്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കേക്കിൻ്റെ ഓരോ ലെയറുകളും ഇതുപോലെ വെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്രീമാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹേസൽനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് കേക്കിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് ഹേസൽനട്ടും ഫെററോ റോഷറിൻ്റെ ചോക്ലേറ്റും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് റേറ്റ് വരും. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റാൻഡേർഡ് രീതിയിലുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തീരെ പൊടിയായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയും വെച്ചിട്ട് ആ ക്രീമിൻ്റെ കൂടെ നന്നായിട്ട് എല്ലാ വശത്തേക്കും ആകത്തക്ക, കേക്കിൻ്റെ പീസ് മുറിച്ചാൽ എല്ലാവർക്കും കിട്ടത്തക്ക വിധം, എല്ലാ പീസിലും കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തു.
ഇനി ഇതിന് ശേഷം അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക്, നടുക്കുള്ള ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അതും വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ക്രീം വെച്ച് ആദ്യം കവർ ചെയ്യുക. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, ന്യൂട്ടെല്ല ചേർക്കുക. അതുപോലെ തന്നെ കേക്ക് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഈ ക്രീം വെക്കുമ്പോൾ തന്നെ കേക്ക് നമ്മൾ ഐസിങ് നൈഫ് വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം ഫില്ലിങ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ കേക്ക് ഒരു വശം ചെരിഞ്ഞൊക്കെ ഇരിക്കും. ഇതുപോലെ തന്നെ റൗണ്ടിലും നമ്മളിപ്പോൾ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അകത്തേക്കും പുറത്തേക്കും ഒക്കെ തള്ളിയിരിക്കും. ആദ്യത്തെ ലെയർ വെക്കുന്നത് മുതൽ കേക്ക് ഫിനിഷ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ലെവലാക്കി വരണം. എങ്കിലാണ് കേക്ക് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ഇതാ ആദ്യം ചെയ്ത പോലെ തന്നെ ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ ലെയർ നമ്മൾ വെച്ച് കൊടുക്കും. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമാണ് ഫെററോ റോഷറിൻ്റെ ചോക്ലേറ്റ് എടുത്തത്. നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ലെയർ വെച്ചു. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിംഗ് ഒന്നും കൊടുക്കില്ല, ക്രീം വെച്ച് കവർ ചെയ്യാൻ പോവുകയാണ്. സോക്ക് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ക്രീം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും കേക്കിനെ കവർ ചെയ്ത് സൈഡിലും ഒക്കെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. കേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡിലും അതുപോലെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് ടേണിംഗ് ടേബിൾ കറക്കി ഐസിങ് നൈഫ് ഓടിച്ചാണ് നമ്മൾ കേക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അത് കുറച്ച് സമയം പിടിക്കും. ഫുള്ളായിട്ട് കവർ ചെയ്യുക. ടേണിംഗ് ടേബിൾ പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. ഐസിങ് നൈഫ് പതുക്കെ ഓടിച്ചെടുക്കുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അത് ഷേപ്പാക്കി എടുക്കുക. ഇനി ഞാൻ ചോക്ലേറ്റ് ഗണാഷ് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് 1/2 കപ്പ് ഇട്ട് കൊടുത്താണ് ഗണാഷ് ഉണ്ടാക്കിയത്. ഇത് ഇത്തിരി തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ക്രീം ചെയ്ത കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. തണുത്ത കേക്കിലേക്ക് മാത്രമേ ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാവുള്ളൂ. ഇത് ഇത്തിരി കട്ടിയായിട്ടാണ് ഫെററോ റോഷറിന് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുക. അതുകൊണ്ട് അത് ഒഴുകി പോവില്ല. അപ്പോൾ ഐസിങ് നൈഫ് വെച്ച് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. മറ്റുള്ള കേക്കുകൾക്ക് നമ്മൾ ഗണാഷ് എടുക്കണ പ്രപ്പോർഷൻ വ്യത്യാസമാണ്. ഇത് ഒഴുകി പോവാതെയാണ് നമ്മൾ എടുക്കുക. ഇത്തിരി കട്ടിയായിട്ട് തന്നെയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഇത്തിരി കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം ചൂടായി തിളപ്പിച്ചപ്പോൾ അതിലേക്കാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അത് തിളച്ചതിന് ശേഷം മാത്രം പഞ്ചസാര അലിഞ്ഞതിന് ശേഷം മാത്രമാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ പഞ്ചസാര അലിയില്ല. ഞാൻ എന്നിട്ട് സൈഡിൽ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഡ്രിപ്പ് കൊടുത്തു. ഞാൻ 2-3 പൂവൊക്കെ ഉണ്ടാക്കി പേരെഴുതി. ഇതാണ് എൻ്റെ കേക്കിൻ്റെ അവസാനത്തെ ലുക്ക്. നല്ല രുചിയുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഫെററോ റോഷറിൻ്റെ ചോക്ലേറ്റും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പേരും കൂടി എഴുതി കൊടുക്കുകയാണ്. ഞാൻ വിപ്പിംഗ് ക്രീം തന്നെ വെച്ചാണ് പേരെഴുതുന്നത്. പൈപ്പിംഗ് ജെല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് പേരെഴുതാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ മുകളിൽ ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റോസറ്റ വെച്ച് സിമ്പിൾ പൂവാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.